കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോസ്റ്ററിനെ കുറിച്ചാണ്. ഒരാശയത്തെ ഒരു പബ്ലിക്കിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് എത്തിക്കാൻ ഏറ്റവും ഉപയുക്തമായ മാർഗങ്ങളിലൊന്നാണ് പോസ്റ്റർ നിർമ്മിക്കുക, പോസ്റ്ററിലൂടെ പറയുക. അതിൻ്റെ വ്യത്യസ്ത മേഖലകളും ശൈലികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. എങ്ങനെയൊക്കെയാണ് ഒരു പോസ്റ്റർ മികച്ച രീതിയിലാക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി അത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ അത് ഭംഗിയാക്കാൻ എന്തൊക്കെ ടെക്നിക്കുകൾ, എന്തൊക്കെ രചനാ തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു സാധനമല്ല. ഇതൊരു വർക്ക്ഷോപ്പ് പോലെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ സ്പർശിച്ചറിയേണ്ട, തൊട്ടറിയേണ്ട ഒന്നാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. ഈ ടെക്നിക്കുകൾ ഓരോന്നും നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം. കാരണം DLEDൻ്റെ പ്രാക്ടിക്കൽ ബോർഡിൻ്റെ വിസിറ്റിൽ 2ാം സെമസ്റ്ററിൽ നിന്ന് പ്രധാനമായും ചോദിക്കുന്ന ഒന്ന് ഈ രചനാതന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പിൻ്റെ പ്രൊഡക്റ്റായി വരുന്ന ആൽബം സബ്മിറ്റ് ചെയ്യാനാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിധി നിർണ്ണയത്തിൽ ഈ രചനാതന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പിനും അതിൻ്റെ പ്രൊഡക്റ്റായി വരുന്ന ആൽബത്തിലുമൊക്കെ വലിയ പങ്കുണ്ട്. പ്രാക്ടിക്കൽ ബോർഡ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത് ചെയ്തു നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 5ഓളം രചനാതന്ത്രങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ രചനാതന്ത്രങ്ങൾ ഓരോന്നോരോന്നായി കാണുക, അതൊന്ന് ചെയ്തു നോക്കുക. അതിനുശേഷം അതിനെ ഒരു ചെറിയ മിക്കവാറും A4 പേപ്പറിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പേപ്പറിലേക്ക് അത് ഒട്ടിച്ച് 5ഓ 6ഓ വർക്കുകളുടെ ഒരു ആൽബം ഉണ്ടാക്കി അത് പ്രാക്ടിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇത് എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്തു നോക്കുന്നത്, ഈ തന്ത്രങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ക്ലാസ് മുറിയിലെ കുട്ടികളെല്ലാവരും ഒരേപോലെ വരയ്ക്കുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. ചില കുട്ടികൾ വളരെ നന്നായി വരയ്ക്കാറുണ്ട്. ചില കുട്ടികൾ അവർക്ക് വരയ്ക്കാനുള്ള സാഹചര്യങ്ങളുടെ കുറവ് മൂലം ഒരുപക്ഷെ അവർ വരയിൽ നിന്ന് ലേശം പിന്നേക്ക് പോയേക്കാം. അപ്പോൾ ഈ ക്ലാസ് മുറിയിലെ മുഴുവൻ കുട്ടികളെയും ഒരേപോലെ ചെയ്യിക്കാൻ പറ്റുന്ന തന്ത്രങ്ങളാണിത്. നിങ്ങൾ 3ാമത്തെ സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോഴും 4ാമത്തെ സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോഴും ആ സ്കൂളുകളിൽ ആർട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പുകളൊക്കെ സംഘടിപ്പിക്കാനും ആ വർക്ക്ഷോപ്പുകളിൽ കുട്ടികളെ കൊണ്ട് ഇതുപോലെ വർക്ക് ചെയ്യുകയും ചെയ്താൽ എല്ലാ കുട്ടികളും ഒരുപോലെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം രചനാ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അധ്യാപക വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ ഒരു ആവശ്യമാണ് എന്ന് തന്നെ ഞാൻ പറയട്ടെ. രചനാതന്ത്രങ്ങളിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് മണൽ ചിത്രങ്ങൾ എന്ന രീതിയാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: മണൽ ചിത്രം ചെയ്യാൻ ആവശ്യമായ പേപ്പർ വേണം. അത് കളർ പേപ്പർ ആവാം, വൈറ്റ് പേപ്പർ ആവാം, കളർ കാർഡ് ആവാം. അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചാണ്. അത് വേണം. ഒരു പശ വേണം. പിന്നെ ഒരൽപ്പം മണൽ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് കടൽ തീരത്തു നിന്നുള്ള മണലാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് മണലും ഉപയോഗിക്കാം. അതൊന്ന് അരിച്ച് കഴുകി വൃത്തിയാക്കി എടുത്താൽ വളരെ ഭംഗിയുണ്ടാവും. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചിത്രമാണോ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു രൂപരേഖ പെൻസിൽ ഉപയോഗിച്ച് തയ്യാറാക്കുക എന്നതാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ 2 ഇലകളും ഒരു പൂമ്പാറ്റയുമാണ് ചെയ്യുന്നത്. ഇത് ഏത് കുട്ടിക്കും വളരെ എളുപ്പം ചെയ്യാനാവുന്ന ഒരു വർക്കാണ്. 2 ഇലകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ നേരിട്ട് വരയ്ക്കാൻ വിഷമമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സൗകര്യപ്രദമായ ചിത്രം കണ്ടെത്തിയിട്ട് അതിൻ്റെ ട്രേസ് ചെയ്താലും മതിയാവും. ആ ചിത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ പെൻസിൽ വെച്ച് വരച്ചാൽ വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തിൻ്റെ ട്രേസ് നമുക്ക് താഴെ കിട്ടും. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു വരച്ച ചിത്രം, ഇനി ഇതിനെ മണൽ ചിത്രമാക്കി മാറ്റണം. അതിന് ഞാൻ പശ ഉപയോഗിച്ച് ആ വരച്ച വരയുടെ മുകളിലൂടെ ഒന്ന് ഡ്രോയിങ് ചെയ്യുകയാണ്. പശ മാത്രം ട്യൂബിൽ നിന്ന് നേരിട്ട് ചിത്രത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വരച്ച വരയുടെ മുകളിലൂടെ പശ ഉപയോഗിച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ വളരെ രസകരമായിരിക്കും. ഇതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് അവരുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ താല്പര്യത്തോടെ ചെയ്യും. ചെറുതായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും വരയൊന്നും മാറിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഫെവിക്കോൾ ഉപയോഗിച്ച് പരമാവധി ആ വരയുടെ മുകളിലൂടെ വരയ്ക്കാം. ഈ ഫെവിക്കോൾ വരുന്നത് അല്ലെങ്കിൽ പശ വരുന്നത് കുറച്ച് വലിയ കട്ടിയിലാണെങ്കിൽ വളരെ തടിച്ച വരയായി പോകും. അത് നോക്കിയിട്ട് ചെയ്യുക. കുത്തുകളും പാടുകളും ഒക്കെ ഇട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഭംഗിയാക്കി എടുക്കാം. ഇങ്ങനെ ചിത്രം പശ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലുള്ള മണൽ ഈ ചിത്രത്തിന് പുറത്തേക്ക് പതുക്കെ തൂവി കൊടുക്കുക എന്നതാണ്. കുറച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുത്താൽ പരമാവധി നമ്മുടെ കൈകൾ
ആ പശയിൽ മുട്ടാത്ത രീതിയിൽ ഇട്ടാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പശ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചിത്രം വൃത്തിയിടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പശയിട്ട നമ്മുടെ ചിത്രത്തിൻ്റെ മുകളിൽ മുഴുവൻ ഇപ്രകാരം മണൽ തൂകിയതിന് ശേഷം ആ ചിത്രത്തിൽ നിന്ന് മണൽ നീക്കം ചെയ്താൽ മനോഹരമായ ചിത്രം വരും. ഇതാണ് മണൽ ചിത്രം. നോക്കിയേ, നമ്മൾ വരച്ച ചിത്രം അതേപോലെ നല്ല ഭംഗിയായി മണൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നു. ഇത്തരം ചിത്രീകരണത്തെയാണ് മണൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമതായി ചെയ്യുന്നത് മടക്ക് ചിത്രങ്ങൾ എന്ന ഒരു രീതിയാണ്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് സാധാരണ പേനയിൽ ഒഴിക്കുന്ന മഷി ആവശ്യമുണ്ട്, ഒരു നൂല് വേണം, മറ്റൊന്ന് നമുക്ക് വരയ്ക്കാൻ ആവശ്യമായ പേപ്പർ വേണം. നിലവിൽ ഇത് കളർ പേപ്പറിൽ ചെയ്യാം, A4 പേപ്പറിൽ ചെയ്യാം, വൈറ്റ് പേപ്പറിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേപ്പറിൽ ചെയ്യാം. മഷിയുടെ നിറം ഏത് വേണമെങ്കിലും ആവാം, ചുവപ്പാവാം, നീലയാവാം, കറുപ്പാവാം. ഏതായാലും റിസൾട്ട് കളറിനും പേപ്പറിനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിനെ ആദ്യം രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് നിവർത്തി വയ്ക്കുക. നമ്മളുടെ കയ്യിലുള്ള നൂലുണ്ടല്ലോ, ആ നൂല് ആ മഷിയിലേക്ക് മുക്കിയെടുക്കുക. നൂലിൻ്റെ കുറേ ഭാഗം മഷിയിലേക്ക് മുക്കിയിട്ട് അത് പുറത്തെടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നൂലിൽ മഷി എന്തായാലും വേണം. പക്ഷേ വല്ലാണ്ട് മഷി പിടിക്കുന്ന നൂലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചിത്രം വൃത്തികേടായി പോകും. അപ്പോൾ ഒന്ന് മഷി മുക്കിയ നൂലൊന്ന് മഷിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടായി മടക്കി നിവർത്തി വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് നേരത്തെ മഷിയിൽ മുക്കിയ നൂല് മറ്റെങ്ങും പടരാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പേപ്പറിലേക്ക് വെക്കുക. ഇപ്പോൾ നൂലിൽ മഷിയുണ്ട്. നൂലിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ താഴേക്ക് വെച്ചിരിക്കുകയാണ്, പേപ്പറും കവിഞ്ഞ് താഴേക്കുണ്ട്. അതിനുശേഷം ഈ പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു പുസ്തകം എന്തെങ്കിലും അതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഈ നൂലിൻ്റെ അഗ്രം പിടിച്ച് താഴേക്ക് വലിച്ച് നൂല് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഇത് തുറന്നു നോക്കിയാൽ വളരെ മനോഹരമായ ഒരു മടക്ക് ചിത്രമുണ്ടായി. ഇത് നിറങ്ങൾ മാറ്റി ചെയ്ത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും. കുട്ടികൾ വളരെ താല്പര്യത്തോടു ചെയ്യും. ഈ ചെയ്തതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഷേപ്പിലേക്കും കൂടെ നൂല് വെച്ചിട്ട് ഒരിക്കൽ കൂടി വലിച്ചു നോക്കിയാൽ അത് ആ ചിത്രത്തിൽ മറ്റൊരു റിസൾട്ടിലേക്ക് പോകും. അങ്ങനെ പല നിറങ്ങൾ, പല നൂലുകൾ ഉപയോഗിച്ച് നമുക്ക് മാറി ഈ മടക്ക് ചിത്രം ചെയ്യാവുന്നതാണ്. മടക്ക് ചിത്രങ്ങളിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. പേപ്പർ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലേക്ക് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ മഷികളൊക്കെ ഇഷ്ടമുള്ള ഷേപ്പുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മഷി കോരി ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള പാറ്റേണുകൾ വേണമെങ്കിൽ ഇങ്ങനെ വരച്ച് നോക്കാം. എന്നിട്ട് മഷി ഉണങ്ങുന്നതിന് മുൻപ് പേപ്പർ മടക്കി ഒന്ന് മറുവശത്തെ കൂടെ ആ മഷി പറ്റിച്ചു കൊടുത്താൽ നിവർത്തി വരുമ്പോഴത്തേക്ക് രസകരമായ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫോംസൊക്കെ കിട്ടും. കുട്ടികൾക്കൊക്കെ നല്ല രസകരമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇത് നമുക്ക് 2 or 3 തവണയായിട്ട് പല കളറൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടും. മടക്ക് ചിത്രങ്ങളിൽ ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. രചനാതന്ത്രങ്ങളിൽ പരിചയപ്പെടുന്ന ടെക്നിക്ക് സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് വരയ്ക്കാനുള്ള പേപ്പർ വേണം, ഒരു പഴയ ബ്രഷ് വേണം, നമ്മൾ പല്ല് തേക്കുന്ന പഴയ ബ്രഷ്, ഏതെങ്കിലും തരത്തിലുള്ള മഷികൾ. ഞാനൊരു സാധാരണ വരയ്ക്കുന്ന ബ്രഷോട് ഉപയോഗിക്കുന്നുണ്ട്, കാരണം ഈ ബ്രഷിലേക്ക് മഷി മാറ്റാൻ വേണ്ടിയാണ്. ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മഷി അത് ചുവപ്പോ കറുപ്പോ നീല എന്തോ ആവാം, അത് കുറച്ച് ഒരു ബഡ്സോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട്, ബഡ്സ് ഉപയോഗിച്ചാൽ മതി, അതിനെ ഈ പല്ല് തേക്കുന്ന ബ്രഷിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഭാഗത്തേക്ക്, പല്ല് തേക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പതുക്കെ ഒന്ന് നിറം വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ നിറമായി കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് ഇതിലിങ്ങനെ ഒന്ന് അമർത്തി വിട്ടാൽ ഇത് മനോഹരമായ സ്പ്രേ ഇങ്ങനെ നമ്മുടെ പേപ്പറിൽ വരും. നോക്കിയേ, നല്ല പ്രിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള സ്പ്രേ ആയിട്ടത് മാറും. നമ്മൾക്ക് മാസ്കുകൾ വെട്ടി ചെയ്യാം. ഇനി അങ്ങനെയല്ല, പല നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. മാസ്ക് വെട്ടി ചെയ്യുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ അസൈൻമെൻറ്റുകൾ, പ്രൊജക്റ്റുകളുടെയൊക്കെ കവറൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണിത്. നല്ല രസമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ഇനി ഓക്കെ, വളരെ നൈസായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ, നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബഡ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, അതേ കളർ വെച്ച് തന്നെ ഞാനിങ്ങനെ ഇതിനൊരു മരമാക്കി മാറ്റി. ബ്രഷ് ഉപയോഗിച്ച് വെറുതെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഈ തടിക്കൊക്കെ വേണമെങ്കിൽ ലേശം കൂടെ വണ്ണം കൂട്ടാം, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മൾ പ്രിൻറ്റിങ് ചെയ്ത ചിത്രങ്ങൾ, വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങൾ പോലെ മനോഹരമായ ചിത്രങ്ങളായിരുന്നു. ഇതാണ് സ്പ്രേയിങ്. സ്പ്രേയിങ്ങിൽ തന്നെ നമുക്ക് മാസ്കൊക്കെ വെട്ടിവെച്ചിട്ട് വേണമെങ്കിൽ പ്രത്യേക എഫക്റ്റുകളൊക്കെ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് എനിക്ക് മേഘങ്ങളുള്ള ഒരു ഭാഗം, ഒരു ആകാശത്തിൻ്റെ പോർഷനാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ മേഘങ്ങൾ പോലെ ഒരു ഷേപ്പ് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് മുറിച്ച് ഞാൻ നേരത്തെ സ്പ്രേ ചെയ്ത പേപ്പറാണ്. ഇങ്ങനെ ഒരു ഷേപ്പ് മുറിച്ചെടുത്തിട്ട് ആ ഷേപ്പ് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബ്രഷ് ഉപയോഗിച്ച് കളർ വെച്ച് ഞാൻ ഇതിൻ്റെ പുറത്തുനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പേപ്പർ മാറ്റിയാൽ ഓക്കെ, ഒരു മേഘത്തിൻ്റെ മനോഹരമായ ഷേപ്പ് വന്നു. കുറച്ചുകൂടെ വേണമെങ്കിൽ കട്ടി കൊടുക്കാൻ തോന്നി. കുറച്ചുകൂടെ ബ്രഷിൽ ഞാൻ കളറെടുത്തു. എടുത്തിട്ട് ഇതേ മാസ്ക് തന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് സ്പ്രേ ചെയ്തു. അതിൻ്റെ റിസൾട്ട് കണ്ടോ? ഇനി ഇതിൻ്റെ നേരത്തെ വരച്ച പോലെ തന്നെ അതിൻ്റെ താഴെഭാഗം, ഗ്രൗണ്ടിൻ്റെ ഭാഗം സ്പ്രേ ചെയ്യണമെങ്കിൽ അതും ഇതുപോലെ പേപ്പർ കീറി വെക്കാം. മുകളിലും താഴേക്കാണ് വെക്കുന്നത്. വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പ്രേ ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വേണമെങ്കിൽ വരച്ച് ചേർക്കാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചത് സ്പ്രേയിങ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. പല്ല് തേക്കുന്ന ബ്രഷും സാധാരണ ബ്രഷ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്സ് ഉപയോഗിക്കാം. ബഡ്സോ പേപ്പർ ചുരുട്ടി കോൺ പോലെ ആക്കിയതൊക്കെ ഉപയോഗിച്ചാൽ എനിക്ക് എത്ര പെട്ടെന്നാണ് നല്ല റിസൾട്ടുകൾ രൂപപ്പെടുന്നത്. ഈ പല്ല് തേക്കുന്ന ബ്രഷ് ഇത് പല കളറൊക്കെ ചെയ്താൽ വളരെ രസമായിരിക്കും. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കാരണം ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ നീല കളർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉണ്ടായില്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വിഷയത്തോട് താല്പര്യം തോന്നാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് ഈ പറഞ്ഞ സ്പ്രേയിങ്. മറ്റൊന്ന് സ്പാറ്ററിങ് ആണ്. സ്പാറ്ററിങ് നമ്മൾ മൗത്ത് ഉപയോഗിച്ച് ഊതി കളർ തെറിപ്പിച്ച് ഉണ്ടാക്കുന്ന രീതിയാണ്. 2-3 തരത്തിൽ ചെയ്യാം. അതിലൊന്ന്, നമ്മളുടെ പേപ്പറിലേക്ക് ആവശ്യമായ മഷി ഏത് കളറായാലും കുഴപ്പമില്ല, എടുത്തിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഒന്ന് വെക്കുക. എന്നിട്ട് പതുക്കെ അത് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ നല്ല രസകരമായ ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണേലും ആവാം അത്. അതുപോലെ തന്നെ ബ്രഷിലിങ്ങനെ മഷി എടുത്തിട്ട് ഇങ്ങനെ ഊതിയാലും ഇതേപോലത്തെ റിസൾട്ട് വരും. ഊതിക്കൊടുത്താൽ ഇതുപോലുള്ള റിസൾട്ട് വരും. ഇതും നമുക്ക് സാധാരണ ബ്രഷിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും രസകരമായ ഇമേജുകൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് സ്പാറ്ററിങ് ആണ്. പല കളറിലൊക്കെ ചെയ്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. രചനാതന്ത്രങ്ങളിൽ അടുത്തതായി നമ്മൾ ചെയ്തു നോക്കുന്നത് മാർബിളിംഗ് എന്ന് പറയുന്ന ഒരു തന്ത്രമാണ്. വളരെ രസകരമായ ഒന്നാണിത്. പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ ആവശ്യമുണ്ട്. കാരണം ഇതിനുപയോഗിക്കുന്ന മഷി അല്ലെങ്കിൽ ഇതിനുപയോഗിക്കുന്ന നിറം അത് വെള്ളത്തിൽ കലങ്ങാത്തതായിരിക്കണം. ഇത് നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളമെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഇനാമൽ എന്ന് പറയുന്ന പെയിൻ്റാണ്. നമ്മളുടെ വീട്ടിലേക്ക് ജനലിൻ്റെ കമ്പിക്കൊക്കെ അടിക്കുന്ന മണ്ണെണ്ണയും ടർപ്പൻ്റെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന എനാമൽ എന്ന് പറയുന്ന കളറ്. ഞാൻ ആ എനാമൽ എടുത്ത് കുറച്ച് ഈ വെള്ളത്തിലേക്ക് കലക്കുകയാണ്. കുറച്ച് എനാമൽ പെയിൻറ്റ് ആ വെള്ളത്തിലേക്ക് ഞാനിട്ടു. ഒരു ബ്രൗൺ കളറാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എനാമൽ ഓയിൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ കലങ്ങത്തില്ല. അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഈർക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനെ ചാനലൈസ് ചെയ്യാം. അങ്ങനെ ഒന്നിലധികം കളറുകൾ ഉപയോഗിക്കാം.
ഇപ്രകാരം അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഏത് പേപ്പറിലേക്കാണോ അത് പ്രിൻ്റ് ചെയ്യേണ്ടത് നമുക്ക് ആ ഇമേജ് വരേണ്ട പേപ്പർ പതുക്കെ ഒന്ന് അതിലേക്ക് മുക്കി പുറത്തേക്ക് എടുത്താൽ മതി. ഇതുണ്ടോ എത്ര മനോഹരമായ പാറ്റേണാണെന്ന് എനിക്ക് നോക്കിയേ. ആ വെള്ളത്തിൽ വന്ന ആ ഇമേജിന് അതേപോലെ നമ്മളിങ്ങനെ പേപ്പറിലേക്ക് ഒപ്പിയെടുത്തു. ഇതിനെയാണ് മാർബിളിംഗ് എന്ന് പറയുന്നത്. ഇത് ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് ഉണങ്ങാൻ പക്ഷേ ഒരു 24 മണിക്കൂർ വരെ സമയമെടുക്കും. ഇത് ഒരു കളർ ഉപയോഗിച്ചോ ഒന്നിലധികം നിറങ്ങളിലോ നമുക്ക് ചെയ്യാം. ആ വെള്ളത്തിലുള്ള കളർ പൂർണ്ണമായും വരുന്നത് വരെ നമുക്ക് പല 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 ഇമേജുകൾ അതിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കാം. ഒന്നിലധികം കളർ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രൗൺ കളർ മാത്രമാണ്. ഇതല്ലാതെ ചുവപ്പും മഞ്ഞയും നീലയും ഒക്കെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ചെറിയ സാമ്പിൾ ടിന്നായിട്ട് മേടിക്കാൻ കിട്ടും. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരം മാർബിളിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ ഇഷ്ടംപോലെ പാറ്റേണുകൾ നിർമ്മിക്കാൻ പറ്റും. ഇത് വളരെ രസകരമായ ഒന്നാണ്. ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമേജുകൾ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ചന്ദന കളറാണ്, സാൻഡൽ കളറിലാണ്. എത്ര കളറുകൾ വേണമെങ്കിലും നമുക്കിതുപോലെ ഉപയോഗിക്കാം. ഞാൻ ആദ്യം ചെയ്ത ഈ ബ്രൗൺ എടുത്തിട്ട് അത് ഒരിക്കൽ കൂടി ഇരുന്ന് മുക്കി നോക്കുകയാണ്. ഓക്കെ, 2 കളറിൽ ഇമേജായി. അപ്പോൾ ഇതാണ് മാർബിളിംഗ്. ഇതുപയോഗിച്ച് നമുക്ക് ഒത്തിരി ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും, ഒത്തിരി വർക്കുകൾ ചെയ്യാൻ പറ്റും. പുസ്തകത്തിൻ്റെ കവർ അടക്കമുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ മാർബിളിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ കലങ്ങാത്ത നിറമായതുകൊണ്ട് തന്നെ ഇത് വസ്ത്രങ്ങളിലും ശരീരഭാഗങ്ങളിലൊക്കെ പറ്റിയാൽ തുടച്ച് കളയാൻ ലേശം വിഷമമായിരിക്കും. മണ്ണെണ്ണയും ടർപ്പൻ്റെയൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. സാധാരണ നമ്മുടെ നെയിൽ പോളിഷ്, നഖത്തിൽ ഉപയോഗിക്കുന്ന ക്യൂടെക്സ് ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനാമൽ കിട്ടാത്തവർക്ക് ക്യൂടെക്സ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ കാണിച്ചു തന്ന ടെക്നിക്കുകളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് അതിലേറ്റവും മികച്ച വർക്കുകൾ എടുത്ത് ഒരു ആൽബമാക്കി പ്രാക്ടിക്കൽ ബോർഡിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. ഏതെങ്കിലും കൂടുതൽ വിശദമായി പറയണമെങ്കിൽ അതും പറയാൻ തയ്യാറാണ്. എൻ്റെ നമ്പർ നൽകുന്നുണ്ട്. ഒന്നെങ്കിൽ അതിലേക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ നന്ദി.